ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ഞങ്ങൾക്ക് ആവശ്യമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ രണ്ടുപേരും കൂടി നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ വലിയൊരു ലോകം നമ്മളെ ഭയങ്കര ചെറുതായിട്ടാണല്ലേ കാണിക്കുന്നതെന്ന് ജിൻഷി ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഞാനും ചെറുതായിട്ട് കാണിച്ചാല് എന്താണ് പ്രോബ്ലം? മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യണം, അതല്ലേ വേണ്ടത്. നമ്മളൊരു ചെറിയ എഫേർട്ട് ഇട്ടാലും വലിയൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ പഴയ കാര്യം ഓർത്തെടുക്കും. എന്താന്ന് വെച്ചാല് ഹീറോയിൻ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോ ഇതേ വാർത്തകൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോ ജിൻഷി ഓർത്തെടുത്തിട്ട് അപ്പോ നിനക്ക് ഈ കാര്യമൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. പിന്നെ എനിക്ക് ഓർമ്മയില്ലാണ്ട്, നീ ആ ട്രോഫി വാങ്ങുമ്പോ എങ്ങനെയാണ് ചിരിച്ചതെന്ന് പോലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ടെന്ന് പറയും. ജിൻഷി അപ്പോ ട്രോഫി വാങ്ങി യാനിനെ നോക്കി ഒരുമാതിരി സ്മൈൽ ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഓർത്തെടുത്തിട്ട് ആ ടൈം തന്നെ മതിയായിരുന്നു. നമ്മള് ഒരു ഡ്രീം കണ്ട് അതിന്റെ പിന്നാലെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഓടിയാ മാത്രം മതിയായിരുന്നു എന്ന് പറയും. നമ്മളൊരു ഡ്രീം വെച്ചിട്ട് ഓടുന്നത് ഇത്തിരി ഹാർഡാണ്, ബട്ട് നിനക്കായിട്ടുള്ള ഡ്രീമില് നീ കറക്റ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാല് എന്താണോ നീ ആഗ്രഹിക്കുന്നത് അത് നിനക്ക് എന്തായാലും കിട്ടുമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ജിൻഷിയുടെ മനസ്സും നല്ല രീതിക്ക് ക്ലിയർ ആകും. എനിക്ക് മനസ്സിലായി, ഒരുപാട് ആളുകൾക്ക് ഹെൽത്ത് കെയർ കൊടുത്ത് അവർക്കൊരു ബെറ്റർ ലൈഫ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം, അതാണ് എന്റെ ഡ്രീം എന്ന് പറയും. ഓ, അപ്പൊ നീ നിന്റെ ഡ്രീം കണ്ടെത്തി, അപ്പോ അതിനു വേണ്ടി നീ ഹാർഡ് വർക്ക് ചെയ്, ബെസ്റ്റ് ഓഫ് ലക്ക്. എന്തായാലും നമുക്ക് പോവാന്നും പറഞ്ഞ് പയ്യെ അവിടെ നിന്ന് നടക്കും. അപ്പോഴേക്കും ജിൻഷി, അല്ല നീ എന്താണ് അന്ന് ഡിന്നറിന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ്ടിരുന്നേന്ന് ചോദിക്കും. വേറൊന്നല്ല, പെട്ടെന്നൊരു അർജന്റ് വർക്ക് വന്നു, അതുകൊണ്ടാന്ന് പറയും. എന്തായാലും നീ വരുന്നില്ല, അപ്പോ ഞങ്ങളെ ഒന്ന് വിളിച്ചറിയിക്കേണ്ടേ, അതെന്തുകൊണ്ട് നീ ചെയ്തില്ല എന്ന് ചോദിക്കും. ടൈം കിട്ടിയില്ല, പിന്നീട് സാഹചര്യവും ഒത്തില്ല, അതുകൊണ്ടാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് രണ്ടുപേരും കൂടി നടന്നങ്ങോട്ട് പോകും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. ജിൻഷി യാനിന് ബായൊക്കെ പറഞ്ഞ് ആ വില്ലേജിൽ നിന്ന് യാത്രയാകും. ഇത്രയും നാളുകൾക്ക് ശേഷം ഇപ്പോഴെങ്കിലും എനിക്ക് അവളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റിയല്ലോ എന്നും പറഞ്ഞ് ഒരു ആശ്വാസത്തില് അസിസ്റ്റന്റിന്റെ അടുത്ത് സംസാരിച്ച് ഇങ്ങനെ നിൽക്കും. ആ ടൈമിനാണ് ഈ സോയുവിന്റെ അടുത്ത് നിന്നും കോള് വരുന്നത്. നീ ജിൻഷിനെ കാണാനായിട്ട് ആ വില്ലേജിൽ പോയി അവളുടെ അടുത്ത് സംസാരിച്ചു, നിനക്ക് ഹാപ്പിയായി, പക്ഷെ നമ്മുടെ പ്രപ്പോസലിനെ പറ്റി അവളുടെ അടുത്ത് വല്ലതും നീ ചോദിച്ചായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിക്കും. നീ എന്തായാലും പേടിക്കണ്ട, എല്ലാം എന്റെ കൺട്രോളിലാണെന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ കോള് കട്ട് ചെയ്യും. ജിൻഷി ആണെങ്കിലോ നേരെ അവളുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് പോകും. അവന്റെ കൂടെ ബിസിനസ് ചെയ്യാനായിട്ട് ഓക്കെയും പറയും. ഇത് കേൾക്കുമ്പോൾ ഫ്രണ്ടും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. ആ ടൈമിനാണ് ജിൻഷിക്ക് ഡാങ്യായ് മെഡിക്കൽസിൽ നിന്ന് ജോയിൻ ചെയ്യാനായിട്ടുള്ള ഓഫർ ലെറ്റർ വരുന്നത്. അങ്ങനെ ജിൻഷി യാനിന് കോള് ചെയ്യും. യാനാണെങ്കിലും ഫുൾ കോൺഫിഡൻസിലാണ്, എന്തായാലും ജിൻഷി ഇതിന് ഓക്കെ പറയൂ എന്നുള്ള വിശ്വാസത്തിൽ കോളും അറ്റൻഡ് ചെയ്യും. ജിൻഷി ആണെങ്കിലും ഉടനെ തന്നെ, നീയാണ് എന്റെ ഡ്രീം കണ്ടെത്തി തന്നത്, അതിന് നിന്നോട് ഒരുപാട് താങ്ക്സ് പറയാനായിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഇനി ഡാങ്യായ് മെഡിക്കൽസിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല, ഞാനൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു എന്നും പറഞ്ഞ് കോളങ്ങട് കട്ട് ചെയ്യും. ഇത് കേൾക്കുമ്പോ തന്നെ യാനിന്റെ തലയിൽ ഇടുത്തി വീണ പോലെ ആകും. ദൈവമേ, ഞാൻ തന്നെ ചെന്ന് അവള് കുഴപ്പി വിട്ടോ എന്നുള്ള രീതിയിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അങ്ങനെ ഫ്രണ്ടിന്റെ അടുത്ത് ഈ കാര്യം പറയും. അപ്പൊ തന്നെ ഫ്രണ്ടും, നീ ഈച്ചന്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല, കുറച്ചു ദിവസം കഴിയുമ്പോ അവൻ എന്തായാലും എന്നെ കാണാനായിട്ട് വരുന്നുണ്ട്, അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് കാര്യം പറഞ്ഞേക്കാം, എന്തായാലും ഈച്ചൻ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും പറഞ്ഞ് ജിൻഷിയും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ തന്നെ ഈച്ചൻ ജിൻഷിനെ കാണാനായിട്ട് വരും. ജിൻഷി ഈച്ചനെ കണ്ടിട്ട് ഓടിച്ചെന്ന് ഹഗ് ചെയ്യും. നേരത്തെ വന്നല്ലോ, 1 വീക്കിന് മുന്നേ നീ വന്നല്ലോ എന്ന് ചോദിക്കും. നിന്നെ കാണാനായിട്ട് എനിക്ക് ധൃതിയായി, അതുകൊണ്ടാണ് എന്റെ ജോബ് എല്ലാം പെട്ടെന്ന് തീർത്ത് നിന്നെ കാണാനായിട്ട് പെട്ടെന്ന് വന്നേന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കൂടി നേരെ വീട്ടിലേക്ക് കയറിയിരിക്കും. അവിടെയാണെങ്കിലോ 3D പ്രിന്ററിനെ പറ്റിയിട്ട് ഒരുപാട് ബുക്സ് ഒക്കെ ഇരിക്കുന്നത് കാണും. ഇത് കാണുമ്പോ തന്നെ ഈച്ചനും ഏകദേശം കാര്യം പിടികിട്ടും. ഇതെന്താണ് ഈ ബുക്സ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ തന്നെ ജിൻഷി അടുത്ത് വന്നിരുന്ന്, ഞാനൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ചെയ്യാൻ പോവാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഈച്ചന്റെ ഫേസ് അങ്ങനെ തന്നെ മാറുന്നുണ്ട്. ജിൻഷി, നീ ഇപ്പോഴല്ലേ ജോബ് ക്വിറ്റ് ചെയ്തത്, കുറച്ചു ദിവസമെങ്കിലും റെസ്റ്റ് എടുത്തൂടെ? പെട്ടെന്ന് തന്നെ നീ എന്തിനാണ് ഇങ്ങനെ ഒന്ന് ഡിസൈഡ് ചെയ്തത്? ബിസിനസ് എന്ന് പറയുന്നത് നീ വിചാരിക്കുന്ന പോലെ അത്രയ്ക്ക് ഈസിയൊന്നും അല്ല എന്ന് പറയും. എനിക്കറിയാം ഈച്ചൻ, എന്നാലും ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടാണ് ഇത് ഡിസൈഡ് ചെയ്തേന്ന് പറയും. ജിൻഷി, നിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഞാൻ പറയുവാണ്, നീ എന്ത് ഡിസൈഡ് ചെയ്താലും നിന്റെ കൂടെ സപ്പോർട്ടിനായിട്ട് ഞാനുണ്ട്.
ഉണ്ടാകും. എന്തൊക്കെ വന്നാലും ഒന്നിന് നീ 2 തവണ ചിന്തിച്ചു നോക്കണം. എന്നിട്ടേ ഒരു കാര്യം ഡിസൈഡ് ചെയ്യാൻ പാടുള്ളൂ. എന്തായാലും അതൊക്കെ പോട്ടെ, നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി നീ എന്താണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ജിൻഷിക്കും ഇത് കേട്ട് വല്ലാണ്ട് നാണമൊക്കെ വരും. അങ്ങനെ നൈറ്റും ആകും. ഈച്ചൻ കിച്ചണിൽ കയറി ഒരുപാട് ഡിഷൊക്കെ കുക്ക് ചെയ്യും. അങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോ ഇവരുടെ വേറൊരു ഫ്രണ്ടും കൂടി അകത്തേക്ക് കയറി വരും. ഇവളുടെ പേര് യൂഷി. അങ്ങനെ ഇവരെല്ലാരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോ ജിൻഷി ആണെങ്കിലോ എല്ലാവരുടെ അടുത്തുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. ഈച്ചനാണെങ്കിലോ വല്ലാണ്ട് ഹാപ്പി ആയിട്ട് ഇവരുടെ മാരേജിന്റെ കാര്യമായിരിക്കും പറയാൻ പോകുന്നതെന്നും പറഞ്ഞ് ആ ഒരു റിങ്ങും എടുത്ത് വെച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അതേ ടൈം പുതുതായിട്ട് വന്ന പെൺകുട്ടി ഉണ്ടല്ലോ യൂഷി, അവളാണെങ്കിലോ ഈച്ചനെ വല്ലാത്തൊരു ഫീലോട് കൂടി നോക്കും. ഇവൾക്ക് ഈച്ചന്റെ അടുത്ത് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അതേ ടൈം ജിൻഷി ആണെങ്കിലോ അവള് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബിസിനസിനെ പറ്റി അവരുടെ അടുത്ത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയും. ഇത് കേൾക്കുമ്പോ എല്ലാവരും ഭയങ്കര അപ്സെറ്റ് ആകും. എന്താടി നീ ബിസിനസ് ചെയ്യാൻ പോകുന്നു? നീ എന്തോ മാരേജിന്റെ കാര്യം പറയാൻ പോവാന്ന് വിചാരിച്ച് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുവായിരുന്നു എന്നറിയും. നിങ്ങൾ എന്താണ് ഇത്രയ്ക്കും അപ്സെറ്റ് ആവുന്നത്? ഞാൻ ഈ ഇടയ്ക്ക് ഒരു വില്ലേജിൽ പോയില്ലേ, അവിടെയുള്ള ഒരു ഗ്രാൻഡ്മ ലൈഫ് ലോങ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോഴാണ് ഞാനിങ്ങനെ ഡിസൈഡ് ചെയ്തതെന്ന് പറയും. അപ്പോഴേക്കും യൂഷി, നീ ബിസിനസ് ചെയ്യാൻ പോവാണെന്ന് പറയുന്നു. ബിസിനസ് എന്ന് പറഞ്ഞ് അതിന്റെ പുറകെ പോയി കഴിഞ്ഞാല് നിന്റെ കാശും ശരി, അതേപോലെ നിന്റെ ടൈമും ശരി വെറുതെ പോകും. എല്ലാം ഈക്വൽ ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ നീ ഫ്ലാറ്റ് ഒക്കെ വാങ്ങണോന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, അത് നീ എങ്ങനെ വാങ്ങും? പിന്നെ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും തന്നെ സക്സസ്ഫുൾ ആയിട്ട് മാറണം എന്നും ഇല്ലാന്ന് പറയും. പക്ഷെ ജിൻഷി ആണെങ്കിലോ അവളുടെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുവാണ്. ഈച്ചന് ജിൻഷിയുടെ തീരുമാനത്തോട് ഒട്ടും തന്നെ യോജിപ്പില്ലെങ്കിൽ പോലും അവളുടെ കൂടെ സപ്പോർട്ടിനായിട്ട് ഇന്നും ഉണ്ടാകുമെന്ന് പറയും. അതുമല്ലാണ്ട് ചിലവിനായിട്ട് അവന്റെ കാർഡും കൂടി എടുത്തങ്ങോട്ട് കൊടുക്കും. ഈച്ചന്റെയും ജിൻഷിയുടെയും ബോണ്ടിങ് ഒക്കെ കാണുമ്പോ ഫ്രണ്ട്സിന് പോലും വല്ലാണ്ട് ജലസ് ആവുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ കട്ട് ചെയ്താല് ഈച്ചൻ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ യൂഷി അടുത്തേക്ക് വരും. നീ അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നീ മനസ്സറിഞ്ഞ് പറഞ്ഞത് തന്നെയാണോ? എന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ബിസിനസ് ഒന്നും പറഞ്ഞ് ഒരുപാട് മണിയും അവരുടെ ടൈമും വേസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പൊ തന്നെ ഈച്ചനും എന്തൊക്കെ പറഞ്ഞാലും അവള് എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജിൻഷി അവളുടെ ഡ്രീം ഫിക്സ് ചെയ്തു. ഇനി എന്തൊക്കെ പറഞ്ഞാലും പിന്മാറില്ല. അവളുടെ ക്യാരക്ടർ അങ്ങനെയാണ്. ഇനി ബിസിനസ്സിലൊക്കെ ലോസ് ആയി കഴിഞ്ഞാലും ഞാൻ പാച്ചപ്പ് ചെയ്യും. എന്റെ ഗേൾ ഫ്രണ്ടിന്റെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും അവൾക്ക് സപ്പോർട്ട് തന്നെ നിൽക്കുമെന്ന് പറയും. ഓ, എന്തായാലും ജിൻഷി ഭാഗ്യവതിയാണ്. ഇത്രയും സപ്പോർട്ട് നിൽക്കുന്ന ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയില്ലെന്നും പറഞ്ഞ് പുള്ളിക്കാരി അവിടെ നിന്ന് പോകും. ഇതെല്ലാം നമ്മുടെ ജിൻഷിയും മാറി നിന്ന് കേൾക്കുന്നൊക്കെയുണ്ട്. ജിൻഷിക്ക് ഇത് കേട്ട് വല്ലാത്തൊരു സങ്കടമൊക്കെ വരും. അങ്ങനെ ഈച്ചൻ കൊടുത്ത കാർഡാണെങ്കിലോ അവനറിയാണ്ട് ഈച്ചന്റെ ഷർട്ടിന്റെ ഉള്ളിൽ തന്നെ വെക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അസിസ്റ്റന്റ് അകത്തേക്ക് കയറി വരും. ജിൻഷി അവളുടെ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ജിൻഷിനെ പോയി കാണാന്ന് പറയും. ഏയ്, ഞാനൊന്നും പോകുന്നില്ല എന്നും പറഞ്ഞ് ഇത്തിരി ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുമെങ്കിലും പിന്നെ ഒന്നും പറയാണ്ട് ഗുടുഗുടാന്നും പറഞ്ഞ് നമ്മള് ജിൻഷിനെ കാണാനായിട്ട് ഓടും. അതേ ടൈം ജിൻഷി അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ബേ പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ബുക്ക് വേവയുടെ കയ്യിൽ കൊടുക്കും. അതിനുശേഷം എല്ലാവരുടെ അടുത്തും വലിയൊരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് അവളുടെ സാധനങ്ങളുമായിട്ട് പുറത്തേക്ക് നടക്കും. ആ ടൈമിന് ഈച്ചൻ കോൾ ചെയ്യും. എന്തിനാണ് ഞാൻ തന്ന കാർഡ് നീ തിരിച്ചു വെച്ചത്? അത് നിനക്ക് ആവശ്യം വരില്ലേ എന്ന് ചോദിക്കും. ഏയ്, ഇപ്പൊ ആവശ്യമൊന്നുമില്ല, എന്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാല് നീ എനിക്ക് അയച്ചു തന്നാ മതി എന്ന് പറയും. ആ ഓക്കെ, എന്തായാലും ആവശ്യം ഉണ്ടെങ്കിൽ ആദ്യം നീ എന്നെ തന്നെ വിളിക്കണമെന്നും പറഞ്ഞ് ഈച്ചൻ അങ്ങനെ കോള് കട്ട് ചെയ്യും. പുള്ളിക്കാരനാണെങ്കിലും എന്തോ ഒരു സങ്കടം ഉള്ളിലുണ്ട്. ഇനി പ്രപ്പോസ് ചെയ്യാൻ പോയിട്ട് അത് നടന്നില്ലല്ലോ എന്നുള്ള സങ്കടമാണോന്നും അറിയാനായിട്ട് പാടില്ല. അതേ ടൈം ജിൻഷി പുറത്തേക്ക് നടന്നു വരുമ്പോ ഞാനാണെങ്കിലോ പെട്ടെന്ന് ജിൻഷിയുടെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കും. എനിക്ക് നിന്റെ അടുത്തൊന്ന് സംസാരിക്കണോന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി നേരെ ഒരു കോഫി ഷോപ്പിലേക്ക് ചെന്നിരിക്കും. നീ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞല്ലോ, ഏത് ടൈപ്പ് ബിസിനസ് ആണെന്ന് ഇങ്ങനെ ചോദിക്കും. റെഡി മെഡിക്കൽ പ്രിന്റിംഗ് ബിസിനസ് ആണ്. എന്താണ് നിങ്ങൾ വന്നത്? എനിക്ക് ഫ്രീ ആയിട്ട് അഡ്വൈസ് തരാനാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ നിനക്ക് അഡ്വൈസ് തരാനായിട്ടൊന്നും വന്നതല്ല. നീ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൽ തോറ്റു പോകുന്നത് കാണാനായിട്ട് വന്നതാണ്. നീ എന്ത് വിചാരിച്ചു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈസി ആണെന്നോ? ഞാനും ഇതേപോലുള്ള കമ്പനിയിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം റെന്റിന് സ്ഥലം കണ്ടുപിടിക്കണം. ആ ബിസിനസ്സിലേക്ക് ഒരുപാട് എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യണം. അവർക്ക് സാലറി കൊടുക്കണം. നീ ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് സ്റ്റോപ്പ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. നിനക്കിപ്പോ ഒരു ഇൻവെസ്റ്ററിനെ പോലും കിട്ടിയിട്ടില്ല. ഒരു ഇൻവെസ്റ്ററിനെ കിട്ടിയാൽ തന്നെ അവിടെ ചെന്ന് എങ്ങനെ സംസാരിക്കണം എന്ന് പോലും നിനക്കറിയില്ല എന്ന് പറയും.
അപ്പൊ തന്നെ ജിൻഷിയും എനിക്കും എന്റെ പാർട്ട്ണറിനും ഒരുപാട് കോൺഫിഡൻസ് ഉണ്ട്, ഞങ്ങൾക്ക് അത് മാത്രം മതി എന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ജിൻഷിയും ഫ്രണ്ടും കൂടി അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലേസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ പ്ലേസ് ഒക്കെ കണ്ട് ജിൻഷിക്ക് ഭയങ്കര ഹാപ്പി ആകും. വലിയൊരു പ്ലേസ് ആണല്ലോ, അപ്പൊ റെന്റും അധികമായിരിക്കില്ലേ, നമ്മളിനി റെന്റ് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. ജിൻഷി നീ വിഷമിക്കണ്ട, ഈ പ്ലേസിന് 1 രൂപ പോലും റെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. അതെന്താന്ന് ഇങ്ങനെ ചോദിക്കും. വേറൊന്നല്ല, ഇത് ഞങ്ങളുടെ പഴയ വീടാണ്, എന്റെ അച്ഛൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്, ഇനി എന്റെ ബിസിനസ്സും ഇവിടെ നിന്ന് പ്രകാശപൂരിതമായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നും പറഞ്ഞ് നേരെ ചെന്ന് വാതിൽ തുറക്കും. തുറന്ന ഉടനെ തന്നെ കുറച്ച് പൊടിയൊക്കെ ഇവരുടെ മേത്തേക്ക് വീഴും. അവിടെ മൊത്തം അലങ്കോലമായിട്ട് കിടക്കാണ്. എന്തായാലും ആദ്യം നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്തെടുക്കണം, എന്നാലേ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് നിൽക്കും. അപ്പൊ തന്നെ ജിൻഷി അവളുടെ പങ്കിന് ആ ബിസിനസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്യാഷ് കൊടുക്കും. എന്തിനാ ജിൻഷി ഈ ക്യാഷ് ഒക്കെ തരുന്നത്, നീ വിഷമിക്കണ്ട, എന്തായാലും എന്റെ ഫാദർ കുറച്ച് ക്യാഷ് തരില്ലേ, അതാദ്യം തീർന്നിട്ട് നിന്റെ ക്യാഷിലേക്ക് കടക്കാന്ന് പറഞ്ഞ് പയ്യെ തിരിഞ്ഞു നോക്കും. അവിടെയാണെങ്കിലോ ഈ ഫ്രണ്ടിന്റെ ഫാദർ ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ അതെടുത്ത് നോക്കും. മോനെ, എന്റെ കയ്യിൽ നിന്ന് ഇനി 1 രൂപ പോലും നിനക്ക് കിട്ടില്ല, ഈ വീട് മാത്രമേ നിനക്ക് വേണ്ടിയിട്ട് തരാനായിട്ട് കഴിയുള്ളൂ എന്നും പറഞ്ഞുള്ള നോട്ടാണ്. ഇത് കണ്ട് രണ്ടുപേരും ഒന്ന് ഷോക്കാകും. ഇനി എന്ത് ചെയ്യാനാണ്, ജിൻഷിയുടെ കയ്യിലുള്ള ക്യാഷാണ് ഇപ്പൊ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ ജിൻഷിയുടെ കയ്യിൽ നിന്ന് ആ കാർഡ് വാങ്ങും. സോറി ജിൻഷി, നീ എന്റെ അടുത്ത് ക്ഷമിക്ക്, എന്റെ ഹാർഡ് വർക്ക് ഞാൻ ഇതിലിടും, എന്തായാലും ഫസ്റ്റ് തന്നെ നമുക്ക് ക്ലീനിങ്ങിൽ തുടങ്ങാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഒരുവിധം മൊത്തം ക്ലീൻ ആക്കും. ഈ വശത്താണ് എന്റെ ടേബിൾ, ഞാൻ ഇവിടെ ഇരുന്ന് കോളൊക്കെ ചെയ്യാം, നീ അവിടെ ഇരുന്ന് കോൾ ചെയ്തോന്നും പറഞ്ഞ് രണ്ടുപേരുടെയും പ്ലേസ് ഒക്കെ ഫിക്സ് ചെയ്യും. അതിനുശേഷം രണ്ടുപേരും കൂടി ബാൽക്കണിയിലേക്ക് ചെന്ന് നിൽക്കും. സ്കൈയില് എന്തോരം സ്റ്റാർസ് ആണുള്ളത്, ഇത് കാണുമ്പോ തന്നെ മനസ്സിന് എന്തോ കുളിർമ തോന്നുന്നു. ഇവിടെ വെച്ചാണ് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി സ്റ്റാർസ് ഒക്കെ നോക്കി നിൽക്കും. നൈറ്റ് ആകുമ്പോൾ ജിൻഷി നേരെ ഈച്ചാന്റെ അടുത്തേക്ക് ചെല്ലും. ഇന്ന് ഞങ്ങളുടെ ഓഫീസൊക്കെ ക്ലീൻ ചെയ്തു, വലിയൊരു ബാൽക്കണിയാ ഉള്ളത്, അവിടെ നിന്ന് സ്കൈയിലേക്ക് നോക്കിയ ഒരുപാട് സ്റ്റാർസിനെയൊക്കെ കാണാന്ന് പറയും. അപ്പൊ തന്നെ ഈച്ചാൻ, ഞാൻ എന്തിനാണ് വെറുതെ പുറത്തു പോയി സ്റ്റാർസിനെയൊക്കെ കാണുന്നത്, എന്റെ സ്റ്റാർ എപ്പോഴും ഇവിടെ ഇല്ലേ, എല്ലാ ദിവസവും ഞാൻ കാണുന്നുണ്ടല്ലോ എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവരുടെ ബിസിനസിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഒക്കെ എടുക്കും. അതുമല്ലാണ്ട് ഇവരുടെ കമ്പനിയിലേക്ക് 2 സ്റ്റാഫിനെയും കൂടി എടുത്തിട്ടുണ്ട്. ജിൻഷിയുടെ എല്ലാ അപ്ഡേറ്റ്സും ചൂടപ്പം പോലെ നമ്മുടെ യാനും അറിയും. ഇവള് ഇനിയും ഇത് നിർത്താനായില്ലേ എന്നുള്ള റിയാക്ഷനൊക്കെ ഇട്ടിരിക്കുവാണ്. അതേ ടൈം ജിൻഷിനെ കാണിക്കുന്നുണ്ട്. ഇവരുടെ കമ്പനിയുടെ പേര് ജിൻഷിൻ ടെക്നോളജി. നമ്മളൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യണം. ഞാനും സിജോയും ചേർന്ന് ഫൈനാൻസിങ് ആണ് ഡീല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടി നമ്മുടെ പ്രോഡക്റ്റിന്റെ ഡിസൈൻസ് ഒക്കെ കണ്ടെത്തണമെന്ന് പറയും. അങ്ങനെ ഇവർ 4 പേരും കൂടി ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഐഡിയാസ് ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് യാനിനെ കാണിക്കാണ്. നല്ല രീതിക്ക് ബാസ്കറ്റ് ബോൾ കളിച്ചോണ്ടിരിക്കും. പെട്ടെന്ന് ഈസോയു അടുത്തേക്ക് വരും. നീ ഇങ്ങനെ ബാസ്കറ്റ് ബോൾ ഒക്കെ കളിച്ചോണ്ടിരുന്നു, ജിൻഷി ഉണ്ടല്ലോ പ്രപ്പോസലൊക്കെ അഴക്കാനായിട്ട് തുടങ്ങി, അത് വല്ലതും നീ അറിഞ്ഞോന്ന് ഇങ്ങനെ ചോദിക്കും. എടാ, നീ തന്നെ ഒരു ഇൻവെസ്റ്റർ അല്ലേ, ഒരു ഇൻവെസ്റ്റർക്ക് പ്രപ്പോസൽ എങ്ങനെ അഴച്ചാലായിരിക്കും ഇഷ്ടപ്പെടുക, അത് നീ ചിന്തിച്ചിട്ടുണ്ടോന്ന് ഇങ്ങനെ ചോദിക്കും. അതേ ടൈം തന്നെ ജിൻഷിയും ഫ്രണ്ടും കൂടി ഇപ്പോ ഒരു ഇൻവെസ്റ്ററിനെ മീറ്റ് ചെയ്യാനായിട്ട് ചെന്നേക്കുവാണ്. അയാളാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല എന്നും പറഞ്ഞ് അപ്പൊ തന്നെ രണ്ടും കൂടി സ്കൂട്ടാകും. അതിനുശേഷം വേറൊരു ഇൻവെസ്റ്ററിനെ കാണാനായിട്ട് ചെല്ലും. അയാളുടെ അടുത്ത് ബിസിനസ് ഐഡിയാസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ ഒരു ഇൻവെസ്റ്ററിന്റെ അസിസ്റ്റന്റ് ആ ഒരു കാര്യങ്ങളെല്ലാം വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണെങ്കിലോ ജിൻഷിയുടെ ഫ്രണ്ട് കണ്ടുപിടിച്ച് മര്യാദക്ക് ഇത് ഡിലീറ്റ് ചെയ്യുന്നുണ്ടോന്ന് വല്ലാത്ത ദേഷ്യത്തിൽ ചോദിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോരും. അതിനുശേഷം വേറൊരു ഇൻവെസ്റ്ററിനെ കാണാനായിട്ട് ചെല്ലും. അയാളെ ആണെങ്കിലോ കാണാൻ പറ്റാണ്ട് ഇവളെ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ജിൻഷിയുടെ അപ്ഡേറ്റ്സ് എല്ലാം ഈസോയു യാനിന്റെ അടുത്ത് പറയും. എന്തൊക്കെ വന്നാലും അവളും നിന്റെ റൂട്ടിൽ തന്നെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്, അപ്പോ നിനക്ക് തന്നെ അവളുടെ ഇൻവെസ്റ്റർ ആയിക്കൂടെ എന്ന് ഇങ്ങനെ ചോദിക്കും. മേ ബി നെക്സ്റ്റ് ടൈം നോക്കാന്ന് പറഞ്ഞ് യാനും ഇത്തിരി ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. ഇവർക്കിപ്പോ ഇൻവെസ്റ്ററെ ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ബാങ്കിൽ നിന്ന് ലോണൊന്നും കിട്ടുന്നില്ല. ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുമ്പോഴാണ് യാനിന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് നിന്നും ജിൻഷിക്ക് കോൾ വരുന്നത്. സാറ് നിങ്ങളെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, എപ്പോ വരാൻ പറ്റുമെന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ, ഞാൻ ഇത്തിരി ബിസിയാണെന്നും പറഞ്ഞ് അപ്പൊ തന്നെ ജിൻഷി കോള് കട്ട് ചെയ്യും. എന്താ ജിൻഷി നീ കാണിച്ചത്, ഇനി ചിലപ്പോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വിളിക്കുന്നതാണെങ്കിലോ നീ വെറുതെ അതൊന്നും വിട്ട് കളയില്ല, കിട്ടുന്ന ചാൻസ് എല്ലാം പിടിച്ചു കയറാനായിട്ട് നോക്കെന്ന് പറയും. ഇല്ലടാ, അതിനൊരു ചാൻസും ഇല്ല, എന്തായാലും ഞാൻ പോവില്ല എന്ന് പറയും. ദേ, നീ മര്യാദക്ക് നാളെ തന്നെ പോയിക്കോണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിർത്തി ചാടുമെന്നും പറഞ്ഞ് ഫ്രണ്ടാണെങ്കിലോ ജിൻഷിനെ വല്ലാണ്ട് ഭീഷണിപ്പെടുത്താനായിട്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ വേറെ നിവർത്തിയില്ലാണ്ട് ജിൻഷിയും അങ്ങനെ യാനിനെ മീറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. രണ്ടുപേരും കൂടി നേരെ യാനിനെ കാണാനായിട്ട് ചെല്ലും. അസിസ്റ്റന്റ്
രണ്ടുപേരെ വിളിച്ച് ഒരു റൂമിൽ ഇരുത്തിയിട്ട് ഞാനിപ്പോ തന്നെ സാറിനോട് പറയാന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോകും. ഇവര് രണ്ടുപേരും കൂടി നോക്കുമ്പോ ഇവരുടെ കമ്പനിയുടെ പ്രപ്പോസല് എന്തൊക്കെയോ തിരുത്തി കുറിച്ച് നമ്മുടെ യാൻ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ബുക്കൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് യാൻ അങ്ങോട്ടേക്ക് വരുന്നത്. യാനാണെങ്കിലോ ജിങ്ചയുടെ ഫ്രണ്ടിനെ കണ്ട് ഇതാരാണെന്ന് ഇങ്ങനെ ചോദിക്കും. എന്റെ പേര് സിസോ, ഞാൻ ജിങ്ചൻ കമ്പനിയിൽ നിന്നാണ്. പിന്നെ മിസ്റ്റർ ഹാൻ, നിങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ പ്രപ്പോസൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും എക്സ്പെക്ട് ചെയ്തില്ല എന്ന് പറയും. അപ്പൊ തന്നെ ഞാനാണെങ്കിലോ നിങ്ങളെ അതെന്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തന്നാ പോലും ഞാനത് സ്വീകരിക്കില്ലായിരുന്നു എന്നും പറഞ്ഞ് ഇവരെ രണ്ടുപേരെയും നല്ല രീതിക്ക് ഇൻസൾട്ട് ചെയ്യും. നിങ്ങളൊരു വെറും പേപ്പർ കൊണ്ട് നടന്നാല് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻവെസ്റ്ററിനെ കിട്ടുക എന്നിങ്ങനെ ചോദിക്കും. ഞങ്ങളുടെ കയ്യില് ടാലന്റും ഉണ്ട്, ടെക്നിക്കൽ പരമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം, ഞങ്ങൾക്കൊരു ഇൻവെസ്റ്ററിനെ മാത്രം മതി എന്ന് ജിൻസിയും അപ്പൊ തന്നെ പറയും. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാല് ഒരു ഏഞ്ചലിനെ പോലെ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണോ? എന്തായാലും അതൊക്കെ നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഒരു ഇൻവെസ്റ്ററിനെ നിങ്ങളുടെ കയ്യിൽ കിട്ടണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മുതൽ മുടക്ക് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് അറിയാമോ? അങ്ങനെ ഇല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ബിസിനസ്സിൽ വിജയിക്കില്ല എന്ന് പറയും. താങ്ക് യു മിസ്റ്റർ യാൻ, താങ്കൾ ഒരുപാട് അഡ്വൈസ് ഞങ്ങൾക്ക് തന്നു, അതെല്ലാം ഞങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകും. നിങ്ങൾക്കിപ്പോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾക്ക് പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങളുടെ അഡ്വൈസ് ഞങ്ങൾ സ്വീകരിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോകും. എന്തായാലും ഞങ്ങൾ ഒരു ഇൻവെസ്റ്ററിനെയും കണ്ടെത്തുമെന്നും പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കും. താങ്കൾ ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തില്ല, അതിലൊന്നും എനിക്കൊരു പ്രോബ്ലം ഇല്ല. നമ്മൾ രണ്ടുപേരും കോളേജ് മേറ്റ് അല്ലേ, അറ്റ്ലീസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് എങ്കിലും മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാന്ന് പറയും. അപ്പൊ തന്നെ ഞാനാണെങ്കിലും ഇത്തിരി ടെററായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒന്നും നമുക്കിടയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ പാർട്ട്നേഴ്സ് ആയിരിക്കണം അല്ലെങ്കിൽ എനിമീസ് ആയിരിക്കണമെന്ന് ജിങ്സിയുടെ മുഖത്തടിച്ച പോലെ ഞാനിങ്ങനെ പറയും. ഇത് കണ്ട് ജിങ്സിയും ഒന്ന് ഷോക്കായിട്ട് നിൽക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.